ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 വിഷു മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലമാണ് പറയാൻ പോകുന്നത്. 2025 പറ്റി നോക്കിയാൽ 2025 പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട്. ശനിയാണെങ്കിൽ ഓൾറെഡി രാശിയൊക്കെ മാറിക്കഴിഞ്ഞു. മെയ് 14 വ്യാഴവും രാശി മാറും. അതിനുശേഷം രാഹുകേതുക്കളുടെയൊക്കെ രാശിമാറ്റം ഉണ്ടാകുന്നതാണ്. ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഓരോ നക്ഷത്രക്കാരെയും വിവിധ തരത്തിലൊക്കെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ്. ഈ ഗ്രഹങ്ങൾ വളരെക്കാലം ഒരു രാശിയിൽ തന്നെ നിൽക്കുന്നതിനാൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുകേതുക്കളുടെയും ഒക്കെ രാശിമാറ്റം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. മൂലം നക്ഷത്രം പൂർണ്ണമായും ധനുക്കൂറിൽ വരുന്ന ഒരു നക്ഷത്രമാണ്. 2025 വിഷു സംക്രമണ ഫലമനുസരിച്ച് ആദി ഷഡ്കത്തിൽ വരുന്ന നക്ഷത്രമാകയാൽ ഏത് കാര്യത്തിലും വിജയമുണ്ടാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ആ കാര്യങ്ങളെല്ലാം തന്നെ തടസ്സമില്ലാതെയൊക്കെ നടന്നു കിട്ടുന്നതുമാണ്. അതുപോലെ മനസ്സിലൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഉണ്ടാകുന്നതാണ്. അതുപോലെ പൊതുസമൂഹത്തിലെ പൊതു ഇടങ്ങളിലും ഒക്കെ നമുക്കൊരു പ്രത്യേക അംഗീകാരവും അതുപോലെ കീർത്തിയും ഒക്കെ വർദ്ധിക്കുന്നതുമായിരിക്കും. വിഷ്ണുവാണ് ദേവത. വിഷ്ണു ദേവത വന്നാൽ ബ്രാഹ്മണാദി പ്രസാദാദി ഗുണങ്ങളാണ് ഉണ്ടാകുക. ഈ വിഷു സംക്രമണ ഫലത്തോടൊപ്പം തന്നെ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾ കൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ശനി 3-ാം ഭാവത്തിലായിരുന്നു. ആ 3-ാം ഭാവത്തിലെ നിന്ന് 4-ലേക്ക് രാശി മാറിയത് അർത്ഥാഷ്ടമ ശനിയായിട്ടാണ്. കണ്ടകശനി ദോഷമുണ്ട് എന്ന് തന്നെ പറയാം. വ്യാഴം ഇപ്പോൾ 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവം ദോഷസ്ഥാനമാണ്. ഒരു മാസം കഴിയുമ്പോൾ, അതായത് മെയ് 14 വ്യാഴത്തിൻ്റെയൊക്കെ രാശിമാറ്റം ഉണ്ടാകും. അത് കണ്ടകശനി ദോഷത്തെയൊക്കെ അല്പം കുറയ്ക്കും. തൊഴിൽ സ്ഥലം ഈ സമയത്ത് നിങ്ങളുടെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രം തന്നെ ആകേണ്ടതാണ്. തൊഴിൽ സ്ഥലത്ത് ജോലിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അതുപോലെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ജോലിയെപ്പറ്റി അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ അനാവശ്യമായി ഇടപെടുകയോ ഒന്നും ചെയ്യരുത്. അതുപോലെ രാഷ്ട്രീയ ഇടപെടലുകൾ തൊഴിലിൽ ഒരു കാരണവശാലും നടത്തരുത്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ഈ ഒരു മാസക്കാലം അല്പം കൂടുതൽ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതാണ്. ഈ ഒരു മാസം ഇപ്പോൾ ശനി കണ്ടകശനിയായി വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഈ ഒരു മാസക്കാലം വളരെയധികം ദോഷമുള്ള സമയമാണ്. ഈ ഒരു മാസക്കാലം വളരെയധികം ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ടൊക്കെ നേട്ടമുണ്ടാകും, എങ്കിലും ധാരാളം ചിലവുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. അതുപോലെ ഭൂമി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടപാടുകളൊക്കെ നടത്തുന്നെങ്കിൽ അതൊക്കെ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമൊക്കെ പുലർത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള ധൂർത്തൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെയൊക്കെ പ്രലോഭനങ്ങളിലൊക്കെ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സഹോദരന്മാരുമായിട്ടൊക്കെയുള്ള ബന്ധം കൂടുതൽ വഷളാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും പുതിയ സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു പറ്റിയ സമയമല്ല. വ്യാഴമൊക്കെ ഈ ഒരു മാസം പറ്റിയ സമയമല്ല. വ്യാഴമൊക്കെ രാശി മാറിയാൽ കുറേയൊക്കെ നല്ല ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വിവാഹ പങ്കാളിയുമായിട്ടുള്ള ബന്ധമൊക്കെ കൂടുതൽ ശക്തമാകാം. അതുപോലെ വിവാഹം നടക്കാതിരിക്കുന്നവർക്കാണെങ്കിൽ ആ വിവാഹം നടക്കാനുള്ള കാലമൊക്കെയാണ് വരുന്നത്. അതുപോലെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുമായിട്ടൊക്കെയുള്ള നല്ല ബന്ധമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ദിവസ വരുമാനത്തിനൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടു കൂടി ദിവസ വരുമാനമൊക്കെ വർദ്ധിക്കും. പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. ശനിയാഴ്ചകൾ തോറും ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് മുടങ്ങാതെ കഴിക്കുക. അതുപോലെ എള്ളുതിരി വഴിപാട് കഴിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അതുപോലെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി
കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.